ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിലുള്ള ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പോട്ട് തിങ്ങി വളർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് റീപോർട്ട് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്നോട് ചോദിച്ചു ഒന്ന് റീപോർട്ട് ചെയ്ത് തരുമോടി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് റീപോർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അമ്മ ഈ പ്ലാന്റ് ഇങ്ങനെ പുറത്താണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കണ്ട മണ്ണും ചെളിയൊക്കെ നിറഞ്ഞിട്ട് ആ പോട്ടാകെ അഴുക്കായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണേ കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സിലെ ഏറ്റവും ബെസ്റ്റ് പ്ലാന്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത്. ഇതിന് എയർ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലൊക്കെ നമ്മുടെ ബെഡ്റൂമിലൊക്കെ ഇത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ഈ ഒരു പ്ലാന്റ് പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. സർപ്പപ്പോള, അമ്മായിമ്മയുടെ നാവ്, അങ്ങനെ കുറേ പേരുകളിൽ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. കോമൺ ആയിട്ട് പറയുന്നത് സ്നേക്ക് പ്ലാന്റ് എന്ന് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ അത് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലൊരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമ്മുടെ ചെടിച്ചട്ടി അങ്ങനെ പാടെ അത് ഇറക്കി വെക്കണേ കേട്ടോ. കാരണം ചെടി വേഗത്തിൽ വിട്ടു പോരാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ധാരാളം വേരുകൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്കത് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് പോകുന്നുള്ളൂ കേട്ടോ. കുറച്ച് സമയം ഇത് ഇങ്ങനെ തന്നെ വെക്കണേ. സർപ്പത്തിൻ്റെ പടം പോലെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ സർപ്പപ്പോള അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫുകളിൽ ധാരാളം സുഷിരങ്ങളുണ്ട്. നമുക്കത് കാണാൻ കഴിയില്ല. ഇത് പകൽ സമയങ്ങളിൽ ആ സുഷിരങ്ങൾ ഓപ്പൺ ആയിരിക്കുകയില്ല. രാത്രി കാലങ്ങളിൽ അത് ഓപ്പൺ ആകുകയും അതിൽ നിന്നും ഓക്സിജൻ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ വേരുകൾ ഉണ്ടോ, നിറയെ വേരുകൾ വന്ന് തിങ്ങിയൊക്കെ ഉണ്ടോ. ഈ ഒരു പ്ലാന്റ്സിൽ ഇത് മാത്രം കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. ഇതിന് ആ ഒരു മഞ്ഞ കളർ കാണുന്നില്ല സൈഡിലേ കണ്ടോ. ചിലതൊക്കെ അങ്ങനെ ഒരു കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതിൻ്റെ നടുക്ക് മാത്രം ഒരു പച്ച കളർ, ബാക്കി മൊത്തം മഞ്ഞ. ഏതായാലും ഒരു പോട്ടിൽ നിന്ന് തന്നെ പല വെറൈറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ചട്ടിയിൽ നിന്ന് തന്നെ കുറേ പ്ലാന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ വേരുകളിലുള്ള കിഴങ്ങുകൾ കണ്ടോ, എന്ത് വലുതാണല്ലേ. ചെടി നടാനായിട്ട് ഞാനിവിടെ പ്രോട്ടീൻ മിക്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് മണ്ണും മണലും ചാണകപ്പൊടിയും അതുപോലെ തന്നെ കൊക്കോപീറ്റുമാണ് കേട്ടോ. കൊക്കോപീറ്റ് യൂസ് ചെയ്യുമ്പോൾ വേഗത്തിൽ തന്നെ നമുക്ക് ബേബി പ്ലാന്റ്സുകൾ ഉണ്ടാവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ വാട്ടറിങ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോയിൽ ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓൾറെഡി കൊക്കോപീറ്റ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു നനവ് മണ്ണിലെപ്പോഴും ഉണ്ടാകുമല്ലോ. 15 ദിവസങ്ങൾ കൂടുമ്പോൾ ഇതിന് വളം നൽകാവുന്നതാണ്. ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു പോട്ടിൽ 2 എണ്ണം വെച്ചിട്ട് ഞാനിവിടെ നട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അമ്മയുടെ കയ്യിൽ പോട്ട് കുറവായതുകൊണ്ട് തന്നെ ഞാൻ 2 പോട്ടിലാക്കി മാത്രമാണ് നടുന്നത്. ബാക്കി പ്ലാന്റ്സൊക്കെ ഞാൻ വീട്ടിലോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാണ്. ഓൾറെഡി ഉള്ള ഒരു പോട്ടിൽ തന്നെയാണ് ഞാനിപ്പോൾ നട്ടു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് ഇവിടെ റീപോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പ്ലാന്റ്സ് ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഓൾറെഡി ഈ ഒരു പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട്. എന്നാലും നമുക്കൊന്ന് വേറൊരു ചട്ടിയിലാക്കിയൊക്കെ നട്ടുപിടിപ്പിക്കാമല്ലോ. ഇതുപോലുള്ള ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോസ് കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.